അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് പറഞ്ഞാൽ ചില സെല്ലുകളുണ്ട്, അത് വീണ്ടും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈലിലെ സെല്ലുകളുണ്ടെങ്കിൽ അത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ? ചാർജ് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ വാച്ചിലുള്ള സെല്ല് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? ക്ലോക്കിലിടുന്ന സാധാരണ സെല്ലുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. റീചാർജ് ചെയ്യുന്നതുണ്ട് കേട്ടോ, ക്ലോക്കിലിടാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം റീചാർജ് ചെയ്യാൻ പറ്റുന്നത്, റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ നമ്മൾ സെക്കൻഡറി സെല്ല് എന്നാണ് പറയുക. അത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഈ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ല് അതെന്താണ്? പ്രൈമറി സെല്ല് എന്നാണ് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് സെല്ലുണ്ട്, ഫ്യൂവൽ സെല്ല് എന്നാണ് പറയുക. അവിടെ ഫ്യൂവൽ സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ സെല്ലിൽ നിന്ന് കിട്ടുന്നതിനായിട്ടും വളരെയധികം എനർജി ആയിരിക്കും അവിടുന്ന് കിട്ടുക കേട്ടോ. അപ്പം അത് മാത്രമല്ല, അതൊരു ഗുഡ് ഫ്യൂവൽ ആയിരിക്കും. ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്യൂവലാണ് കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓരോന്നൊന്നും നോക്കാം. ഓക്കെ, അത് പ്രൈമറി സെൽ കേട്ടോ. എ സെൽ വിച്ച് ഈസ് നോട്ട് റീചാർജബിൾ ആൻഡ് റീയൂസബിൾ ഈസ് കോൾഡ് എ പ്രൈമറി സെൽ. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. എ സെൽ വിച്ച് ഈസ് നോട്ട് റീചാർജബിൾ ആൻഡ് റീയൂസബിൾ. റീചാർജ് ചെയ്യാനും പറ്റൂല, ചാർജ് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റൂല കേട്ടോ. റീചാർജ് ചെയ്യാനും പറ്റൂല, റീയൂസ് ചെയ്യാനും പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെൽ. പിന്നെ എക്സാമ്പിൾ നിങ്ങൾ അറിയണം: ഡാനിയൽ സെൽ, മെർക്കുറി സെൽ, ഡ്രൈ സെൽ, ബട്ടൺ സെൽ. ബട്ടൺ എന്ന് പറഞ്ഞാൽ കുടുക്കില്ലേ, നമ്മൾ കുടുക്ക് ബട്ടൺസ്, അതേ ഷേപ്പിൽ വരുന്ന നമ്മൾ വാച്ചിലൊക്കെ ഇടുന്നില്ലേ, ബട്ടൺ സെൽ കേട്ടോ. ഇപ്പൊ ഡാനിയൽ സെൽ, മെർക്കുറി സെൽ, ഡ്രൈ സെൽ, ബട്ടൺ സെൽ. അപ്പോൾ ഈ സെല്ലുകളൊക്കെയാണ് പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ. ഇത് റീചാർജ് ചെയ്യാനും പറ്റൂല, റീയൂസ് ചെയ്യാനും പറ്റൂല. ഇനി സെക്കൻഡറി സെൽ. എ സെൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, വിച്ച് ഈസ് റീചാർജബിൾ ആൻഡ് റീയൂസബിൾ ഈസ് കോൾഡ് സെക്കൻഡറി സെൽ. റീചാർജ് ചെയ്യാനും പറ്റും, റീയൂസ് ചെയ്യാനും പറ്റും, അതാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ലിത്തിയം അലുമിനിയം സെൽ, ലെഡ് സ്റ്റോറേജ് സെൽ, നിക്കൽ കാഡ്മിയം സെൽ, അലൂമിനിയം കോപ്പർ സെൽ കേട്ടോ. ഇതൊക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. ഈ എക്സാമ്പിളൊക്കെ നിങ്ങൾ പഠിച്ചേക്കണം. ഇപ്പോൾ നിങ്ങളെ മൊബൈലിലെ സെല്ല്, ഒരു സെല്ലുണ്ട്, ആ സെല്ലിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും അത് ഏത് സെല്ലാണ്. ഓക്കെ, ഇനി ഫ്യൂവൽ സെൽ. ഇൻ ദി സെൽ ഫ്യൂവൽ എനർജി, ഫ്യൂവൽ എനർജി തന്നെ കെമിക്കൽ എനർജി കേട്ടോ. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി കേട്ടോ. അതെല്ലാ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാണ് ചെയ്യുക കേട്ടോ. ഇവിടെ ഫ്യൂവൽ എനർജി എന്നാ പറയുക. അപ്പൊ നല്ല ഫ്യൂലുകളാണ് ഉപയോഗിക്കുക. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്യൂവലാണ് കേട്ടോ. ഫ്യൂവൽ സെല്ലിന് പല പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലിനും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഇതിനൊരു പർട്ടിക്കുലർ ക്ലാസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ: ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, ഈഥെയ്ൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, ബ്യൂട്ടൈൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, മെഥനോൾ ഓക്സിജൻ ഫ്യൂൽ സെൽ. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഓക്കെ. അപ്പം ഫ്യൂവൽ സെൽ, ഇൻ ദി സെൽ ഫ്യൂവൽ എനർജി, അതായത് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. എക്സാമ്പിൾ: ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, ഈഥെയ്ൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, ബ്യൂട്ടൈൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, മീഥെയ്ൻ മെഥനോൾ ഓക്സിജൻ ഫ്യൂൽ സെൽ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സെൽ വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതിന്റെ പാർട്സുകളൊക്കെ നമ്മൾ ഈ ഡെഫിനിഷൻ മുൻ വീഡിയോയിൽ പറഞ്ഞു. അതേപോലെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. അതിന്റെ പാർട്സുകൾ ഏതൊക്കെയായിരുന്നു? ഓക്സിഡേഷൻ ഹാഫ് സെൽ ഉണ്ട്, റിഡക്ഷൻ ഹാഫ് സെൽ ഉണ്ട്, സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഓരോന്നും എന്താ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് വെക്കുന്നത്, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ്, പ്രൈമറി സെൽ. എ സെൽ വിച്ച് ഈസ് നോട്ട് റീചാർജബിൾ ആൻഡ് റീയൂസബിൾ ഈസ് കോൾഡ് പ്രൈമറി സെൽ. എക്സാമ്പിൾ പറഞ്ഞു: ബട്ടൺ സെൽ, ഡ്രൈ സെൽ, അതേപോലെ പിന്നെ എന്താണ് പറഞ്ഞത്? ഡാനിയൽ സെൽ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. മെർക്കുറി സെല്ലും അതിന്റെ എക്സാമ്പിൾ ആണ്.
പിന്നെ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ എ സെൽ വിച്ച് ഈസ് റീചാർജബിൾ ആൻഡ് റീയൂസബിൾ ഈസ് കോൾഡ് സെക്കൻഡറി സെൽ. എക്സാമ്പിൾ ലെഡ് സ്റ്റോറേജ് സെൽ, കാറിലും വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന ലെഡ് സ്റ്റോറേജ് സെൽ. അതേപോലെ തന്നെ നിക്കൽ കാഡ്മിയം സെൽ, അലുമിനിയം കോപ്പർ സെൽ, അങ്ങനെ കുറേ സെല്ലുകളുണ്ട്. ഓക്കെ, അതൊക്കെ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ. മൂന്നാമത്തതാണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലിൽ ഫ്യൂവൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ, ഈഥെയ്ൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ, ബ്യൂട്ടേൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ, മെഥനോൾ ഓക്സിജൻ ഫ്യൂവൽ സെൽ എക്സെട്ര. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് റെഡോക്സ് റിയാക്ഷൻ ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഞാൻ പറഞ്ഞില്ല, ഏത് ഇലക്ട്രോകെമിക്കൽ സെല്ലിലും ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താ നടക്കുന്നത്? റെഡോക്സ് റിയാക്ഷൻ. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നടക്കുന്നത് റെഡോക്സ് റിയാക്ഷൻ. ഇനി ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുന്നത് റെഡോക്സ് റിയാക്ഷൻ ആണ് അല്ലേ? നമ്മൾ ഡാനിയൽ സെല്ലിൽ നേരത്തെ പറഞ്ഞില്ല, എന്താ ഡാനിയൽ സെല്ലിൽ? സിങ്ക് ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ സംഭവിക്കും. കോപ്പർ ഇലക്ട്രോഡ്, കോപ്പർ ഡിപ്ഡിങ് കോപ്പർ സൾഫേറ്റ്, അതാണ് കോപ്പർ ഇലക്ട്രോഡ്. അവിടെ എന്താ നടക്കുന്നത്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പം ഇലക്ട്രോകെമിക്കൽ സെല്ലിലും റെഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ മൊബൈലിലെ സെല്ലില്ലേ, സെല്ല് വർക്ക് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോകെമിക്കൽ സെല്ലാണ്. അത് ഇലക്ട്രോകെമിക്കൽ സെല്ല് എന്ന് തന്നെ പറയുന്നത് കേട്ടോ. കാരണം നമ്മളവിടെ ഉപയോഗം എന്താണ്? സെല്ലിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാന്ന് മൊബൈലിന്റെ ഉദ്ദേശം കേട്ടോ. കഴിയുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റും, പക്ഷെ അത് ഇലക്ട്രോകെമിക്കൽ സെല്ലായിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏത് സെല്ലിലും നടക്കുന്ന എന്താണ്? റെഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങളെ മൊബൈലിന്റെ സെല്ലിൽ നടക്കുന്ന റെഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഡാനിയൽ സെൽ തന്നെയാണ്. നേരത്തെ ഡാനിയൽ സെൽ പറഞ്ഞില്ലേ, ആ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് വീണ്ടും പറയാൻ പോകുന്നത് കേട്ടോ. സോൾട്ട് ബ്രിഡ്ജിനെ കുറിച്ചല്ല പറയുന്നത്, സെൽ എങ്ങനെ വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ഇലക്ട്രിസിറ്റി ഈസ് ഡ്യൂ ടു എ റെഡോക്സ് റിയാക്ഷൻ. അപ്പം എല്ലാ സെല്ലിലും, ഇലക്ട്രോകെമിക്കൽ സെല്ലിലും ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കും. അതിന്റെ ഫലമായി ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇപ്പൊ വണ്ടിയിലെ കാറ് ബസ്സൊക്കെ അല്ലേ, അതിലെന്താണ് ഉണ്ടാവുന്നത്? കാറിലും വണ്ടിയിലും ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കും. അത് ഫലമായി എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഡാനിയൽ സെൽ ആണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് റെഡോക്സ് റിയാക്ഷൻ ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ, അതിൽ വരുന്നത് ഏതാണ്? ഡാനിയൽ സെൽ. നേരത്തെ പറഞ്ഞ സെൽ അല്ലേ? സിങ്ക് റോഡ് ഡിപ്ഡിങ് സിങ്ക് സൾഫേറ്റ്, കോപ്പർ റോഡ് ഡിപ്ഡിങ് കോപ്പർ സൾഫേറ്റ്. അപ്പൊ ഇത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യു മസ്റ്റ് വാച്ച് പ്രീവിയസ് വീഡിയോസ് ഒക്കെ വായിക്കണം. അപ്പൊ എന്നാലേ ഈ ക്ലാസ് പറയുന്നത് മനസ്സിലാവും. ഓക്കെ, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ് വീണ്ടും അതേമായിട്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഇതൊരു വെസലാണ്, ഇതൊരു വെസലാണ്. അതായത് ഇതൊരു ബീക്കറാണ്, ഇതൊരു ബീക്കറാണ്. ഒന്നാമത്തെ ബീക്കറിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് എടുക്കുക? സിങ്ക് സൾഫേറ്റ് എടുക്കും. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നാമത്തെ ബീക്കറിൽ ഒരു സിങ്കിന്റെ ഷീറ്റ് വെക്കും. രണ്ടാമത്തേൽ കോപ്പറിന്റെ ഒരു ഷീറ്റ് വെക്കും. ഓക്കെ, അപ്പൊ സിങ്ക് ഷീറ്റ് സിങ്ക് സൾഫേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേര് സിങ്ക് ഇലക്ട്രോഡ് എന്ന്. അതേപോലെ കോപ്പർ ഷീറ്റ് കോപ്പർ സൾഫേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയും കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു LED ബൾബ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക കേട്ടോ. ഇവിടെ വോൾട്ട്മീറ്റർ ആണ്, LED ബൾബാണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ വെച്ചു, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൽ വെച്ചു. ഇത് വയറാണ്, കോപ്പർ വയർ കേട്ടോ. അപ്പൊ കോപ്പർ വയർ ഇവിടെ ഒരു LED ബൾബ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗം കേട്ടോ, ഒരു ഭാഗം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ഒരു ഭാഗം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആണല്ലോ വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഭാഗം, LED-ന്റെ ഒരു ഭാഗം, രണ്ട് ഭാഗമല്ലേ, അതിൽ ഒരു ഭാഗം ഇവിടെ കണക്ട് ചെയ്യും നെഗറ്റീവുമായിട്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വരുന്ന ഭാഗം, മറ്റേ ഭാഗം മറ്റേ എൻഡ്, രണ്ട് ഭാഗം ഉണ്ടാവും അല്ലേ? ഏത് ബൾബിനും അങ്ങനെയല്ലേ? വോൾട്ടറിൽ രണ്ട് ഭാഗം ഉണ്ടാവില്ലേ? ഫേസ് വയർ ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒരു കോപ്പർ വയറിന്റെ ഒരു ഭാഗം ബൾബിന്റെ രണ്ട് ഹോളിൽ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യും, മറ്റേ ഭാഗത്ത് കണക്ട് ചെയ്യും. ഓക്കെ, പിന്നെ കോപ്പർ വയറിലോട്ട് ആ കണക്ഷൻ വരും, കണക്ട് ചെയ്യും. ഓക്കെ,
അപ്പം പിന്നെ എന്താ നടക്കുന്നത്, റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ നടക്കുന്നത്, ഇവിടെ സിങ്ക് റോഡിന്റെ സിങ്ക് ഷീറ്റിന്റെ സിങ്ക് ഇലക്ട്രോഡ് എന്നാണ് ഇപ്പം പറയാം. സിങ്ക് ഷീറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് സിങ്ക് സൾഫേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ സിങ്ക് സൾഫേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് സിങ്ക് ഇലക്ട്രോഡ് എന്നാണ് വിളിക്കുക. അപ്പം സിങ്ക് ഇലക്ട്രോഡിന്റെ സർഫസിൽ സിങ്ക് ആറ്റങ്ങൾ ഓക്സിഡേഷൻ സംഭവിച്ചു കേട്ടോ. അപ്പൊ ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യും അല്ലെ. അപ്പം ഇവിടെ എത്തുമ്പം LED ബൾബ് എനർജി സ്വീകരിക്കും, അത് കത്തും. ഇത് ഇലക്ട്രോൺ ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ കോപ്പർ സൾഫേറ്റിലെ copper 2+ അയോൺ ഇതിന്റെ സർഫസിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിഡേഷനും സംഭവിക്കും, ഇവിടെ റിഡക്ഷനുമാണ് സംഭവിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നതിന്റെ ഫലമായി ഈ ബീക്കറിൽ എന്ത് ചെയ്യും, Zn2+ നിറയും. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സോൾട്ട് ബ്രിഡ്ജ് ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ്, ഈ സിങ്ക് റോഡിന്റെ സർഫസിൽ കുറേ സിങ്ക് ആറ്റങ്ങളില്ലേ. ഈ സിങ്ക് ആറ്റങ്ങൾ ഓരോന്നും ഓക്സിഡൈസ് ചെയ്യുന്നതിന്റെ ഫലമായി ഈ സൊല്യൂഷനിൽ Zn2+ ഉണ്ടാവും കേട്ടോ. Zn2+ ഉണ്ടാവും. ഈ Zn2+ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ഇലക്ട്രോണിന് മുകളിലോട്ട് പോകാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു സിങ്ക് ആറ്റം ഓക്സിഡൈസ് ചെയ്തെന്ന് വിചാരിക്കുക. അതിന്റെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, നേരെ ഇതിലൂടെ കയറി ഇവിടെ എത്തുമ്പോൾ LED ബൾബ് കത്തും. ഇലക്ട്രോൺ നേരെ ഇവിടെ വന്ന് ഇതിന്റെ സർഫസിൽ എത്തുമ്പോൾ സൊല്യൂഷനിലുള്ള Cu2+ അത് സ്വീകരിക്കും. അപ്പം copper 2+ ഇന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അത് എന്തിന്റെ സർഫസ് എന്നാണ് നടക്കുന്നത്, ഈ ഇലക്ട്രോണിന്റെ സർഫസ് എന്നാണ്. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ നമ്മൾ കാഥോഡ് എന്നാണ് വിളിക്കുക, അതായത് റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ ഒരു സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് ഇലക്ട്രോൺ ഇവിടെ എത്തി, LED ബൾബ് കത്തി. ഇനി രണ്ടാമത്തെ സിങ്ക് ഓക്സിഡൈസ് ചെയ്തു. അപ്പൊ 2 ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ആ Zn2+ സൊല്യൂഷനിലോട്ട് പോകും. Zn2+ സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ 2 ഇലക്ട്രോൺ, ആദ്യം ഒരു സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് ഇലക്ട്രോൺ ഇവിടെ എത്തി, LED ബൾബ് കത്തി. ഇനി രണ്ടാമത്തെ സിങ്ക് ഓക്സിഡൈസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഓക്സിഡൈസ് ചെയ്തപ്പോൾ സൊല്യൂഷനിൽ എന്തായി മാറി, 2 Zn2+ ഉണ്ടായി. ഒന്ന് ആദ്യത്തതില്ലേ, രണ്ടാമത്തതും. അപ്പൊ 4 പോസിറ്റീവ് ചാർജ്. ഒരു Zn2+ എത്ര പോസിറ്റീവ് ചാർജ് ആണ്, 2. അപ്പൊ 2 Zn2+ ആയി മാറി കേട്ടോ. രണ്ടാമത്തെ സിങ്ക് ഓക്സിഡൈസ് ചെയ്തു, അപ്പൊ സൊല്യൂഷനിൽ 4 പോസിറ്റീവ് ആയി മാറി കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ സിങ്കിൽ ഇലക്ട്രോൺ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, സൊല്യൂഷനിലുള്ള 4 പോസിറ്റീവ് ചാർജ്, ഇവിടെ 2 ഇലക്ട്രോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ പിടിച്ചു വലിക്കും. കാരണം ഇവിടുത്തെ ഫോഴ്സ് വളരെ കൂടുതലാണ്. കാരണം നേരത്തെ ഒന്നാമത്തെ സിങ്ക് പോയപ്പം സൊല്യൂഷനിലോട്ട് ഒരു Zn2+ പോയി, പക്ഷേ ആ Zn2+ 2 ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും, പക്ഷെ അത് വലി അത്രത്തോളം സ്ട്രോങ് ആണ്. രണ്ടാമത്തെ സിങ്ക് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 4 Zn2+ ആണ്, 2 Zn2+, അതായത് 4 പോസിറ്റീവ് ചാർജ് ആണ് ഇതിനെ പിടിച്ചു വലിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകാൻ കഴിയില്ല കേട്ടോ. അതിന്റെ ഫലമായി LED ബൾബ് കത്തൂല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജ് പറഞ്ഞാൽ എന്താണ്, ഇൻവേർട്ടഡ് യു ഷേപ്ഡ് ട്യൂബ് ആണ്. ഇതൊരു യു അല്ലേ, യു ഇൻവേർട്ട് ചെയ്താണ്, തല തിരിച്ചിട്ടതാണ് കേട്ടോ. അതിലെന്താണുള്ളത്, KCl സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റോ അമോണിയം ക്ലോറൈഡോ അമോണിയം നൈട്രേറ്റോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊരു ലിക്വിഡ് ആണ്. അപ്പൊ അത് ഒരു സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട്, സെമി സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട് അഗർ ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ 2 എൻഡിലും എന്ത് ചെയ്യും, ഒരു കോട്ടൺ വെക്കും കേട്ടോ. എന്നിട്ട് സെമി സോളിഡ് ആണെങ്കിൽ ഇങ്ങോട്ട് ഒഴുകാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒഴുകരുത് കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കും, എന്താ ഈ സോൾട്ട് ബ്രിഡ്ജ് ചെയ്യുക, ഓരോ Zn2+ഉം ആനോഡിലുള്ള ഇലക്ട്രോലൈറ്റിലോട്ട് വരുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യും. അതേപോലെ ഇവിടെ copper 2+ ഇവിടെ റിഡക്ഷൻ നടത്തുമ്പോൾ അതിന്റെ കൂടെയുള്ള SO4 ഇവിടെ കൂടും കേട്ടോ. അതായത് ഇവിടെ ഓരോ ഓക്സിഡേഷൻ നടക്കുമ്പോഴും 2 പോസിറ്റീവ്, അതായത് ഒരു Zn2+ ഇവിടെ കൂടും, അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യണം. അതേപോലെ ഇവിടെ ഒരു റിഡക്ഷൻ നടക്കുമ്പോൾ ഒരു SO4 അതായത് 2 നെഗറ്റീവ് ചാർജ് ഇവിടെ ഈ ഇലക്ട്രോണിൽ ഉണ്ടാവും, അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ Zn2+ ഉണ്ടാവുമ്പോൾ 2 Cl- ഇവിടെ വരും, ഈ എൻഡിൽ വരും കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്തോട്ട് ഈ Zn2+ പോകും. എന്താ പോകാൻ കാരണം, 2 Cl- അത് നെഗറ്റീവ് ആണ്, അപ്പൊ അതിന്റെ അടുത്ത് പോസിറ്റീവ് അട്രാക്ട് ചെയ്യും. ഇതിന്റെ അടുത്ത് വരുമ്പോൾ അതിന്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യും. അതേപോലെ ഇവിടെ SO4 അടുത്ത് ആര് വരും, 2K+ വരും, അപ്പൊ ഇവിടെയും എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.